എന്റെ അമ്മേ. മണി എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേര് ഇടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമോ നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്ക് മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മേക്കൾക്ക് ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? വേണ്ട. കളിച്ചാൻ പോണോ? പോണം. ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ, ദേ അവൻ എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങോട്ട് മാറുക. നിൽക്കുക. വീരൻ, വീരൻ തന്നല്ലേ നീയെ? വല്യമ്മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ, വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യമ്മാമ, സ്നേഹമുള്ള വല്യമ്മാമ. 5 വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തബന്ധം എന്ന് പറയുന്നത്. മായ കാണാനില്ലല്ലോ, ശരിക്കും നോക്കടാ. ഞാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനാ. ഒരു ജാതി മുഖംമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കി തേനെങ്കിൽ ചുരുങ്ങിയത് 1 കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്കെ വിളിച്ചു കൂകാം. കൊളമാക്കും, ഒച്ച വെച്ച കൊന്നുകളയും ഞാൻ. നീ നോക്കടാ. സാമ്യമകന്നൂരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു ന്യൂനം. കാമ്യം നിനയ്ക്കുന്നാകിൽ
താനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പഴാവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം അമ്പുജം അമ്പുജം, എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല, ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുക. എന്റെ ഈശ്വര, ആരാ ഇവള്? അമ്പുജം, ആഹാ, സത്യം പറ, ആരാടിയവൻ? അതാ എനിക്ക് അറിയേണ്ടത്. സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോണം. അവിടെ നിൽക്കടാ, നിക്കടി അവിടെ. നിൽക്കടാ അവിടെ, നിക്കടി അവിടെ. ആ, എടീ, നില്ലെടാ അവിടെ. നില്ലെടി അവിടെ. ഞാനാ വന്നത്. എന്താടാ ഇത്? ആരോ തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. ഏ, അയ്യോ ഇതാരി. ഏ, എടാ. ആരാത്? എന്താ 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 എന്താ? അയ്യോ, ആ, കളൻ കളൻ. കൊട്ടാരം മൊത്തളെ ഇനി എന്താ ചെയ്യാ? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. വരുന്നത് വരട്ടെ. ഇങ്ങനെ കടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ദേ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്കിൽ പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ, ചക്കയും മാങ്ങിയൊന്നും എനിക്ക് വേണ്ട. മാങ്ങയല്ലടാ മായ. ഏ? അങ്ങോട്ട് മാറിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ആ, ഈ വേഷത്തിൽ പോണ്ട. ഈ കസമുണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളാന്ന് കരുതൂ. ശരിയാ. തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ. അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദയ്ക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പറ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാൻ മൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു, കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ആ. ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, ആ. കുടുംബം കുളം തോണ്ടെന്ന് തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? എടാ, നിന്നെ പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ആ, ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ. ആ, വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാൻ. പോയിക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. ആ, വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 ഉറുപ്പ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാ വിട്ട് ചോദിച്ചു തിരികെ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? ആ, ഫിൽട്ടർ സിഗരറ്റ് വലിച്ചിരുന്നവനാ. ഗതികേടേ. ഭാര്യാഗൃഹേ പരമസുഖം
ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? ആ അവൻ വരണ്ട്. കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. ഹായ്, എന്റേതുപ്പാ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ അല്ലാനോ? ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ 2 പേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ എത്തിയിരിക്കും. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പക്ഷെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് 2 വർത്താനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാഴ്സല് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പിൽ കൊണ്ടിട്ടിരിക്കും. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. തല്ലനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. നീ എന്നെ തല്ലിയോ? ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. എന്നിട്ടിരിക്കെ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട് എന്നിട്ട് പരസ്പരം തല്ല ശരിയാണോ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. താഴേക്ക് ഡൗൺ. പോട്ടെ പോട്ടെ. ഓക്കെ. ഇടി കൊണ്ടപ്പോ വെയിറ്റ് കൂടിയാ. അവന്റെ അച്ഛനെയും ഒന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ നിക്കടാ. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്. പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ? എന്ത് പാര? 10,000 രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് തന്നെ. കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കയ്യും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. എന്താ? ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ,
അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. വാ, ഇതേതായി കണ്ണട? ഇവിടെ കടന്നു കിട്ടിയതാ. കളയടാ ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ദാ ഇവിടെ. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? ഈ എന്റെ സ്നേഹിതനാ മണി. മണിയും ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാളവണ്ടി. അളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ, അവിടെ അവന് ജോലി. ഓ കാലാവണ്ടി കാലാവണ്ടി കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ടട്ടോ, മോന്തക്കിട്ട് തല്ലാനിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ, പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ. ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ തിരുവട്ടാറിലെ അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഉം. ഇവൻ കുഴപ്പമുണ്ടാക്കോ? ഉം. ഹിന്ദി തീരെ വശമില്ലല്ലേ? ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട, ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. യെസ്. പക്ഷെ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെയും നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ, നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ആ. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ. ഉം. വേണ്ട പോലെ എല്ലാരെയും അറിയിച്ചോളാം. Well song. അടിയൻ ഈ എഴുതി കൊടുത്തേക്കൂ. ഫോളോ മീ. ആ. ഉം. അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്നാ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ അപ്പു ഏതപ്പു? ഏതപ്പുവാടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു. അച്ഛാ, ദിൽവാലെ ദുൽഹനിയ. എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് വേടാ. എന്താണ് കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛാ. അച്ഛനല്ല, അമ്മ. വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്കെ കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഞാനുണ്ട്. പൊങ്ങി നോക്കണ്ട, ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചതാ. അപ്പതെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ ഇനി തന്തയെങ്ങാനും വരുവോ? വരുന്നു തോന്നല്ല. കേട്ടോടത്തോളം അവനൊരു തണ്ടില്ലാത്തവനാ. വീരേന്ദ്ര 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 വീരേന്ദ്ര, തമ്പുരാനെ. വീരേന്ദ്ര, വീരേന്ദ്ര. ഈ തമ്പുരാന്റെ ഓരോ വികൃതികള്. മണിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ഒരു ഉഗ്രം വരട്ടിയാ അവര് വന്ന വഴി ഓടും. എങ്കി വേഗം പോയി ഓടിക്കടാ. വരണു. ആരാ അത്? അറിയില്ലേ? സ്നേഹിതനാ, വീരേന്ദ്രന്റെ. നീയാണോ 6-7 കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? 6-7 ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട് വർഷം 10-16 ഇത്ര ഒച്ചയെ വരട്ടെന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ വന്നാട്ടെ. ഇറങ്ങ ഇറങ്ങ വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ. അയ്യോ, എന്താടാ? പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ? നമുക്ക് എല്ലാം ശരിയായിടാ. ഞാൻ മായയെ കണ്ടു. അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം. ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ നീ വേഗം പോയി വണ്ടി അറിയിച്ചി. പിന്നെ
എന്റെ 2-3 ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ ഒന്ന് വേഗം പോടാ. ശത്രുവിനെ മര്യാദ പഠിപ്പിക്കാൻ രാമനാഥനെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നു പോലും. അവരെന്തുണ്ടാക്കാനാ? ആ കിഴവനെയാന്ന് തല്ലിയപ്പോ അവന്റെ മോന്തക്കിട്ട് വന്ന് പിടയ്ക്കാൻ എന്റെ കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. കുട്ടാ, നീ എണ്ണ അളന്നാ മതി. കൂടെയുള്ള നിന്റെ ഈ എണ്ണയിടയിൽ വേണ്ട കേട്ടോ. കാര്യം കഴുത പറഞ്ഞാലും കേക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. എണ്ണ കുറച്ചുകൂടി ആവാല്ലേ? ആവാം. അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്, കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. അല്ല, പൂയി മണൽ വന്നില്ലേ? പറഞ്ഞോണ്ട് എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണൽ വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? ആ പോയിക്കോ. ആ പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തന്നെ പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തന്നെ പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് അമ്മക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണെന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല, അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല, ആരാണപ്പൊ ഈ പുതിയ ആള്? ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. ആ, സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി, അതിപ്പോ ഇന്നതൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും ബീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല അല്ല, എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ? പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ പയ്യാരത്തിന് മൊത്തമായിട്ട് ഇറക്കി തരാം, പക്ഷെ ന്യായമായ വില കിട്ടണം. ഇയാണ് ശരിക്കും കാര്യസ്ഥൻ. ബീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല, പത്മനാഭൻ നായരോ? മൂപ്പരെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂലെന്ന് കേട്ടിട്ടുണ്ട്. പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ബീരാൻകുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല, അതിപ്പോ എന്തിനാണ്? ഇനി ഒരു വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ മമ്പർത്തെ തങ്ങളെ അപ്പൊ ഒരു നേർച്ച വലിച്ച്. അല്ല, എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ, മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് 2 സമയം നല്ലതാ, ഞാൻ വരും. അങ്ങോട്ടിരിക്കുക. ഓ, ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ, സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം, ധൃതി വെക്കാതെ. വലിയ ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്ഷെങ്കില് നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. അല്ല, അരിയും നാളികേരും വെളിച്ചെണ്ണൊക്കെ മൊത്തമായിട്ട് നമുക്ക് ചാർത്തി തരാൻ പോണെന്ന് കേട്ടു, ശരിയാണോ? അല്ല, രക്ഷപ്പെട്ട്. നമ്മള് നേരെ വട്ടത്തിലൊരു ഹോൾസെയിൽ ബിസിനസ് ആണേ. നിങ്ങൾ നമ്മളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇതെന്താ എന്ത് ചോദിച്ചാലും ഉവ് ഉവ് ഉവ്. അല്ല, ഉവ് റെക്കോർഡ് ചെയ്തിരിക്ക? അല്ല, ബീരാൻകുട്ടിക്കായോ? വരണം വരണം. ഇത് നിങ്ങളായിട്ടുള്ള കച്ചവടമൊന്നും വേണ്ടപ്പാ. തല ഇരിക്കുമ്പോ മാലാടരുതല്ലോ. ഇനി കച്ചവടം പത്മനാഭൻ നായരായിട്ടാ. അയ്യോ ഇക്ക, ഇത് പത്മനാഭൻ നായരല്ല, കോന്തുണ്ണി നായരാ. ഒരു നിർവികാര ബ്രഹ്മം. അല്ല, നിങ്ങൾ ഓന്തുള്ളി ആരാ? അച്ഛനെ അമ്മ വിളിക്കുന്നുണ്ട്. വല്ല കാര്യം നിന്നോട് പറഞ്ഞാ പോലെ ഞാൻ നടന്നോളൂലേ. ഇക്ക എന്ത് വേണ്ടതിനെ കാണിച്ചേ? തറവാട്ടി വരാൻ ആരാ പറഞ്ഞേ? സുയിപ്പാക്കല്ലേ ശങ്കരകുട്ടി, ഞാൻ പത്മനാഭൻ നായർ വരാൻ പറഞ്ഞിട്ട് വന്നതാ. എവിടെ പത്മനാഭൻ നായർ? പപ്പനാഭൻ നായരല്ലേ? വാ, അപ്പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. അല്ലതാര് വീരകുട്ടിക്കോ? പത്മനാഭൻ നായരിലെ കണ്ടത്. അപ്പുറത്തുണ്ട്, വാ. ഇവൻ പറയണത് കേക്കണ്ട. പത്മനാഭൻ നായർ അപ്പുറത്താ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊരു പൊല്ലാപ്പായല്ലോ. പൂമുഖത്തൊരു പത്മനാഭൻ നായർ, അപ്പുറത്തൊരു പത്മനാഭൻ നായർ, ഇപ്പുറത്തൊരു പത്മനാഭൻ നായർ. ഇതെന്താ പത്മനാഭൻ നായരിലും പായോ? ഒറിജിനൽ പത്മനാഭൻ നായർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇത് മൈദമാവിൽ അപ്പപ്പൊടി ചേർത്ത് വീശുന്ന പൊറാട്ട പോലെ ആയാലും എന്റെ ഗതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതാണ് സാക്ഷാൽ പത്മനാഭൻ നായർ. എന്താ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതെയോ? നിങ്ങൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? ഞാൻ ബീരാൻകുട്ടി ഒറിജിനല്. ഇന്നൊക്കെ നമ്മളോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ മോഹണ്ടെന്ന് പറഞ്ഞു. കച്ചവടം? അതെ. എന്ത് കച്ചവടം? ഇത് നല്ല ന്യായം. ദേ, പയ്യാരത്തുനിന്ന് മാസം തോറും 10-15 ട്രക്ക് അരിയും നാളികേരും വെളിച്ചെണ്ണയും കയറ്റി അയക്കുന്നതേ മൊത്തമായിട്ട് എടുക്കുന്നത് നമ്മളാ. ഈ നിൽക്കണ നിങ്ങളെ കുട്ടികൾ തന്നെയാണ് നമുക്ക് സാധനം കൊണ്ടു തരുന്നത്. അത് ശരി. അപ്പൊ ഇതുവരെ സാധനങ്ങൾ കട്ടിട്ടാണ് എനിക്ക് കൊണ്ടുപോയി തന്നതല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കക്കേ. പയ്യാരത്തെ തറവാട്ടിനെ പറ്റി നമ്മൾ അങ്ങനെയല്ല കേട്ടത്. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടം നമ്മൾ നേരിട്ടാവാം. കാരണം അവരിരുന്നത് കണ്ടില്ലേ?
അതെന്താ? ഇരുന്നാ പിന്നെ കച്ചവടത്തിന് താല്പര്യമില്ലെന്നർത്ഥം. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? അപ്പൊ നിൽക്കുമായിരുന്നില്ലേ? ചേടാ അതെന്താ ഒരാളോട് എന്ത് ചോദിച്ചാലും ഉവ്വ് ഉവ്വ് ഉവ്വ്, വേറെ ആളോട് എടുത്ത് എന്താ കുഴപ്പം? അല്ല തറവാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, തടി കേടാക്കാതെ വേറെ സ്ഥലം ഒഴിവാക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? കുട്ട ഈ കേസ് ഏറ്റെടുക്കും മോനെ. ഇത് വരാൻ പറഞ്ഞില്ലേ? നമുക്ക് ഇങ്ങനെ വേറെ കൂട്ടറി അനക്കൊന്ന് കേൾക്കണോ? കരലുണ്ടി കടപ്പുറത്ത് ചരലും പോയിണ്ടോ ഈ വീരാൻകുട്ടി അരി മഞ്ചാരി വിൽക്കും. എന്നാ താൻ പോയി വെക്ക് പോ. ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ ഹരികൃഷ്ണൻ സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. കുട്ടാ സുധിക്ക് വയസ്സ് 16ആയി. അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8, 8, 8, 8, 8, 8, 8, 8, 8. നാണിക്കുട്ടി സംബന്ധക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ ശേഖരൻ പാപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7, കുട്ടാ യൂണിറ്റ്. ഒരു സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇപ്പൊ എടുത്തോണ്ട് പോ. കളയില്ലേ? മമ്മൂട്ടി സംബന്ധക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം. കുട്ടാ പഞ്ചസാര നിരോധനം. എന്താ ബിനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാ ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. ആ മീനാക്ഷി സംബന്ധക്കാരൻ ചത്തു. സമ്മന്തക്കാരൻ ചത്തോ? അയ്യോ സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇതിൽ കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ, എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം, അതിനോട് യാതൊരു നിയന്ത്രണമില്ല. ബിനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും ബിനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ മണി 8. മാറി. ഓ എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ. പറഞ്ഞോ എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. എന്റെ കർത്താവേ, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമുക്കാ, എന്താണ്ടാ? പടച്ചോനെ, ആരാ മയ്യത്തായത്? മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്ക തന്നെ. എന്താണല്ലോ? എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥൻ എന്ന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാ പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പുഴയെ പോയാ? അല്ല നമുക്ക് നമ്മുടെ നബീസു. നബീസുവാ? ആ അല്ലോ ദേ നിക്കണ്. അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്. പോയി എന്ന് പറഞ്ഞാ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ. എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മൾ ധരിച്ചത്. എന്നെയൊക്കെ ബീസ് ചൊല്ലാണ്ട് അറുക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാരോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. ആചാരി വണ്ടി. എന്റെ റബ്ബേ, എന്റെ അല്ലോ പറക്കത്ത് കേട്ടവൻ തൊട്ട നല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പഠിച്ചോനെ. പുറത്തോട്ട് പോടാ. എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി? നമ്മള് മയ്യത്തായി. വിട്ടോളി വിട്ടോളി. ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി വിഷം കലർത്തിയിട്ടുണ്ടാ? അത് ഞാൻ പരീക്ഷിച്ചു. എങ്ങനെ? അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു. എന്റെ അല്ലോ, വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാലൂട്ടി തീറ്റിച്ചത്. വിഷം അകത്ത് എന്നാലും ചാവാത്ത ചൈത്താനായത് വിശ്വസിച്ചൂടാ. എന്റെ റബ്ബേ, പട്ടാ പകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പഠിച്ചോനെ, നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിസിങ് കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിസിങ് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില്
അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത്. അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. അയ്യോ ഞാനല്ല ഇതില് നാട്ടുകാര് പറഞ്ഞു കൊടുക്കോ? ഞാനിതിലെ വന്നോളാം. എന്റെ വീട്ടുകാര്. അയ്യോ, ഒരു ഒട്ടക. ഒട്ടകോ നിക്കടാ അവിടെ. ഞാൻ കണ്ടു. എന്താണ് ഒരു ബഹളം? നീയാ? എന്താ കലങ്ങി